അവർ സ്റ്റുഡൻസ് അവർ പ്രൈഡ് എന്ന 7-day ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ സർ മറ്റ് അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 2 സെഷൻസ് ആണ്. ഒന്നാമത്തെ സെഷൻ മീറ്റ് ദ ടോപ്പേഴ്സ് ആൻഡ് അലുമിനി, രണ്ടാമത്തെ സെഷൻ കൾച്ചറൽ പ്രോഗ്രാംസുമാണ്. നമ്മുടെ KRSN കോളേജിൽ നിന്ന് 2018-21 ബാച്ചിൽ പാസ് ഔട്ട് ആയിട്ടുള്ള നമ്മുടെ കോളേജിലെ ടോപ്പേഴ്സിനെയും അതുപോലെ തന്നെ വെൽ റെപ്യൂട്ടഡ് കമ്പനീസിലൊക്കെ റിക്രൂട്ടഡ് ആയിട്ടുള്ള അലുമിനി മെമ്പേഴ്സിനെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ 3 വർഷത്തെ കലാലയ ജീവിതത്തെക്കുറിച്ച് അവരുടെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് കിടക്കാം. മീറ്റ് ദ ടോപ്പേഴ്സ് ആൻഡ് അലുമിനി. സർ, പ്ലീസ് പ്രസന്റ് PPT. ഓരോരോ ഡിപ്പാർട്ട്മെന്റിലെയും ടോപ്പേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. Toppers of various departments. ആദ്യമായി BCom CA ഡിപ്പാർട്ട്മെന്റിലെ ടോപ്പർ ആയിട്ടുള്ള സോണൽ പ്രകാശ് പട്ടേൽ 81% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. BCom CA. കൺഗ്രാറ്റുലേഷൻ സ്നേഹ, സോനൽ. അടുത്തതായി BCom ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ടോപ്പർ ആയിട്ടുള്ള സ്നേഹ KV 79% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻ. നെക്സ്റ്റ് BSc സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ടോപ്പർ ഷെറിൻ ഷഹാന 78% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻ ഷെറിൻ. നെക്സ്റ്റ് BSc ജിയോളജിയുടെ അഭിമാനമായിട്ടുള്ള അർച്ചന VV 78% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് ഷിഫാന KR BA ഇംഗ്ലീഷിന്റെ അഭിമാനമായിട്ടുള്ള ഷിഫാന 74.2% കരസ്ഥമാക്കിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് ദേവിക C BSc ഫിസിക്സ് 73% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് ദേവിക. നെക്സ്റ്റ് ചന്ദന ദാസ് PS BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് 70% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് കൃഷ്ണേന്ദു K 70% BSc കമ്പ്യൂട്ടർ സയൻസ്. അടുത്തത് ആതിര EP 65.7% ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. BA എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. കൺഗ്രാറ്റുലേഷൻസ് ആതിര. അടുത്തതായി നമ്മുടെ KRSN കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമുക്ക് പരിചയപ്പെടാം. അലുമിനി മെമ്പേഴ്സ് ആണ്. വെൽ പ്ലേസ്ഡ് അലുമിനി മെമ്പേഴ്സിനെ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. BSc കമ്പ്യൂട്ടർ സയൻസിന്റെ അഭിമാനമായിട്ടുള്ള അഞ്ജിഷ സോഫ്റ്റ്വെയർ ട്രെയിനറായിട്ട് ട്രിവാൻഡ്രം ഇൻഫോസിസിൽ വർക്ക് ചെയ്യാണ്. അടുത്തത് ഷിജിൻ ദാസ് BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. ഇൻഫോസിസിൽ ഹൈദരാബാദ് സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് രേവതി TK BSc
കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അസെഞ്ചർ ചെന്നൈ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. നെക്സ്റ്റ് അനശ്വര BA എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പാസ് ഔട്ട് ആയതാണ്. ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മളുടെ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ട് ഉള്ള വെൽ റെപ്യൂട്ടഡ് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റുഡൻസിനെയായിട്ട് പരിചയപ്പെടാം. അവരുടെ കലാലയത്തിൽ, നമ്മളുടെ KRSN കോളേജിലെ കലാലയത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ആദ്യമായി നമുക്ക് BCom CEയിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള സോണൽ പ്രകാശ് പട്ടേലിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോണൽ, please. Hi. Is it audible? Yeah. Oh. Audible. Okay. ഇപ്പൊ എല്ലാവർക്കും, ഞാൻ സോണലാണ്, BCom CA പഠിച്ച് ഇറങ്ങിയ ആള്. ഇപ്പൊ PGക്ക് പോവാൻ നിൽക്കുകയാണ്. ആൻഡ് എല്ലാവർക്കും ഇപ്പോ പുതിയ ന്യൂ കമേഴ്സിന് പഠിത്തമൊന്നും സ്റ്റാർട്ട് ആയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ്. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ, ഈ ഡിഗ്രി PG ഈ 4-5 കൊല്ലങ്ങൾ ലൈഫില് വളരെ ഇമ്പോർട്ടന്റ് ആയ ഇയേഴ്സ് ആണ്. കാരണം റെസ്റ്റ് ഓഫ് ദി ലൈഫ് നമ്മൾ എന്ത് പ്രൊഫഷൻ ചെയ്യും, ഇല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നു, ടോട്ടലി ഡിപ്പെൻഡ് ആവുന്നത് ഈ 4-5 ഇയേഴ്സിലാണ്. ഓക്കെ, ഈ 4-5 ഇയേഴ്സിലാണ്. അപ്പൊ നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, പഠിക്കണം. എന്നാലേ ഈ 4-5 ഇയേഴ്സ് കഴിഞ്ഞ് എവിടെങ്കിലൊക്കെ എത്താൻ പറ്റുള്ളൂ. പിന്നെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കോളേജാണ്, നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഫാക്കൽറ്റീസ് ഒക്കെ നമ്മൾ നന്നായിട്ട് സഹായിക്കും. ഞങ്ങളും സഹായിച്ചു. കാരണം ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ കൊറോണ പാൻഡമിക്കിൽ ആകെ എക്സാംസ് ഒക്കെ ഡിലേ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ നല്ലപോലെ സഹായിച്ചു. എക്സാമിന്റെ തലേന്ന് വരെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവര് നല്ലപോലെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കോളേജില്. പിന്നെ പറയാനുള്ളത്, കോളേജിൽ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും. അതിനൊക്കെ പങ്കെടുക്കുക, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. കാരണം ബുക്കിലെ ലെസൺസിന്റെ കൂടെ ലൈഫ് ലെസൺസും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ ആണ്. അപ്പോ നല്ലപോലെ പഠിക്കുക. ആൻഡ് 3 കൊല്ലം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോ നല്ല മാർക്കോട് കൂടെ ഗ്രാജുവേറ്റ് ആവാ, നല്ലൊരു പേഴ്സണാലിറ്റി ആവാ. ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോനൽ. അടുത്തതായി BCom ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ പാസ് ഔട്ട് ആയിട്ടുള്ള സ്നേഹ KV 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ആൾ. ഞാൻ സ്നേഹ, BCom ഫിനാൻസിലായിരുന്നു. പിന്നെന്താ പറയാ, ഞാനിപ്പോൾ CMA ചെയ്യണു. ഇനിയിപ്പോൾ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഫസ്റ്റ് തന്നെ പറയാൻ ഉള്ളത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്കൊക്കെ എന്താ പറയാ, ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ എന്താണ് ഇതെന്താ ചെയ്യേണ്ടത്, പ്രകൃതി സൗന്ദര്യമൊക്കെ ഇതാക്കണമെങ്കിൽ അവിടെയൊക്കെ ബെസ്റ്റ് ആണ്. ആ ജലന്റെ അവിടെ ഒക്കെ പോയിരുന്ന് തന്നെ വട്ടപ്പാറ വളമൊക്കെ നന്നായിട്ട് കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കാണാം. പിന്നെന്താ പറയാ, 3 വർഷം പഠിക്കുക മാത്രം ചെയ്യുക, കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ചെയ്യുക. കാരണം ഈ 3 വർഷമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ 3 വർഷം, അത് കഴിഞ്ഞ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തന്നെ ഇപ്പൊ ആ 3 വർഷം ഓർത്തിരിക്കാൻ ഉള്ള സംഭവങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഒന്ന് തിരിയാൻ പോലും നേരമില്ല. അപ്പൊ നമ്മുടെ ആ BCom-ഉം നമ്മുടെ ആ ഡിഗ്രി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാം. പിന്നീട് കൂടുതൽ പഠിക്കുകയും ചെയ്യുക. എക്സാം ടൈമിലൊക്കെ നന്നായി പഠിക്കുക. പിന്നെന്താ പറയാറുള്ളത്, ഇപ്പൊ സോനല് പറഞ്ഞ പോലെ തന്നെ കൊറോണ ഒക്കെ ആയപ്പോ ടീച്ചേഴ്സ് ഒക്കെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇൻകം ടാക്സ് ആണെങ്കിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെങ്കിലും ഒക്കെ ഒരു ദിവസമൊക്കെ ഓഫ്ലൈൻ ക്ലാസ് എടുത്തിട്ട്
നന്നായി സഹായിച്ചു. എനിക്ക് തോന്നുന്നു ആ ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ് കൂടുതലും മാർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെന്താ പറയാ, നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സ്നേഹ. അടുത്തതായി നമ്മുടെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിലെ അർച്ചന വി വി. പ്ലീസ് അർച്ചന. ഹലോ, ദയവ് എൻ്റെ ചെയ്ത് പേര് ആ വീഡിയോ ഓൺ ആക്കി വെക്കേണ്ടതാണ് അർച്ചന. ഹലോ, എൻ്റെ പേര് അർച്ചന. ഞാൻ BSc ജിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു പരിപാടി കണ്ടക്ട് ചെയ്തതിലും അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചതിനും കോളേജ് മാനേജ്മെന്റിനോടും അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനോടും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമുക്കറിയാം ജിയോളജി എന്ന് പറയുന്നത് എർത്തിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അതായത് എർത്ത് ഫീച്ചേഴ്സിന്റെ ഓപ്പറേഷനെ കുറിച്ചും പ്രോസസ്സിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ്. അപ്പോൾ മറ്റ് അക്കാദമിക് സബ്ജക്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജിയോളജിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫീൽഡ് ട്രിപ്പ് തന്നെയാണ്. ഞങ്ങൾക്ക് 2 IV ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഫസ്റ്റ് ഇയറിലും ഒന്ന് സെക്കൻഡ് ഇയറിലും. അതായത് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ പോയിട്ട് വെറൈറ്റി ഓഫ് സാമ്പിൾസ് കളക്ട് ചെയ്യുക, അതിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക, അങ്ങനെയൊക്കെ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫീൽഡ് ട്രിപ്പിലൂടെ തന്നെ നമുക്ക് ജിയോളജിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവര് ഒരു മടിയും കൂടാതെ ക്ലിയർ ചെയ്ത് തരുമൊക്കെ ചെയ്തിരുന്നു. അതിനൊരു മടി അവർ കാണിച്ചിരുന്നു. അതിന് ഇന്ന ടൈം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഏത് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു എക്സാമിന് 2 ആഴ്ച മുന്നേ ഇരുന്നിട്ട് മിസ് തരുന്ന നോട്ട് അങ്ങനെ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സെം എക്സാം ആയാലും ഞങ്ങളിപ്പോൾ എഴുതിയ കോമ്പറ്റീഷൻ എക്സാംസ് ഒക്കെ ആയാലും വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ജിയോളജി എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാംസ് സെം എക്സാം ആയാലും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എക്സാംസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻ എക്സാംസ് ഉണ്ട്. ജാമും പോണ്ടിച്ചേരി കുസറ്റ് എന്നൊക്കെ പറയുമ്പോൾ 12 യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതിൽ നമ്മളെ ജിയോളജി ഉള്ളത് 5 യൂണിവേഴ്സിറ്റീസിലാണ്. അതായത് കേരള, തമിഴ്നാട്, കർണാടക, ബീഹാർ, പഞ്ചാബ്, അങ്ങനെ 5 യൂണിവേഴ്സിറ്റിക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ എക്സാംസിലൊക്കെ നന്നായി മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ സക്സസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി നല്ല ഓതേഴ്സിന്റെ ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കോർ നേടാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക, നല്ല ഇൻട്രസ്റ്റോട് കൂടി കോളേജ് ലൈഫ് ആസ്വദിക്കുക, അതുപോലെ തന്നെ നന്നായി പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അർച്ചന. അടുത്തതായി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ചന്ദന ദാസ്. ചന്ദന ദാസ്. ഓക്കെ, അലുമിനി മെമ്പർ ആയിട്ടുള്ള ശ്രീദേവി ഫ്രം സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഹലോ മാം. ഓക്കെ, ഓഡിബിൾ ആണോ? യെസ് യെസ്. Hello, good evening to all. Well, thanks for inviting me. ഞാൻ 2017-20 ബാച്ചിലെ പാസ് ഔട്ട് ആയ BSc സൈക്കോളജി പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ശ്രീദേവി. ഞാനിപ്പോൾ PG സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദി വിഷസ് ഫോർ മൈ ജൂനിയേഴ്സ്, അതായത് ഫ്രഷേഴ്സിന് എല്ലാ വിഷസും നേരുന്നു. ഓഫ്ലൈൻ ക്ലാസ് ആവട്ടെ, എത്രയും പെട്ടെന്ന് ഓഫ്ലൈൻ ക്ലാസ് ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ
എൻജോയ് ചെയ്യാൻ മാത്രമുണ്ട് നമ്മുടെ കോളേജിൽ, അത് ഷുവറാണ്. 3 വർഷം നന്നായിട്ട് എൻജോയ് ചെയ്യുക, അതിന്റെ കൂടെ നന്നായിട്ട് പഠിക്കുകയും വേണം. ബിക്കോസ് എല്ലാരും പറഞ്ഞ പോലെ നമ്മുടെ ഈ UG PG ലൈഫാണ് നമ്മളെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചർ എന്താവും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ UG PG ലൈഫാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഇത് കഴിഞ്ഞുള്ള PG ലൈഫ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നു, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്നു എന്നാ. നല്ലതുപോലെ ട്രൈ ചെയ്ത സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെ, നേരത്തെ പറഞ്ഞു ക്യുസെറ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള അടിപൊളി കോളേജസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കിട്ടും. അപ്പോ അതെനിക്ക് പറയാനുള്ളത്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പഞ്ചാബ് സെൻട്രലിൽ കിട്ടുകയും ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ നിങ്ങൾക്ക് എല്ലാവരും കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്യണം, ഉഴപ്പി നടക്കരുത്. ഉഴപ്പി നടന്നാൽ ഷുവറാണ് നമ്മുടെ ഫ്യൂച്ചറാണ്, അപ്പൊ ഉഴപ്പി നടക്കാനേ പാടില്ല. നിങ്ങൾ അതിന്റെ കൂടെ പഠിക്കുക, നന്നായിട്ട് 3 വർഷം എൻജോയ് ചെയ്യുക. നമ്മുടെ ഫാക്കൽറ്റീസ് ആയാലും മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യാം. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല സപ്പോർട്ടീവ് ആണ്, എല്ലാവരും പറഞ്ഞ പോലെ നല്ല സപ്പോർട്ടീവാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റീസ് ആയാലും അതർ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റീസ് ആയാലും. ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തുള്ള ഫാക്കൽറ്റീസ് ഇപ്പൊ കുറച്ച് പേരുണ്ട്, പിന്നെ പുതിയ വന്ന ഫാക്കൽറ്റീസ് ഉണ്ട്. ഐ എം ഷുവർ അവർ നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. എല്ലാ ഫാക്കൽറ്റീസിനെയും നന്നായിട്ട് കമ്പനി ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോവുക. അവരെ യൂസ് ചെയ്യാൻ ഇൻ ദ സെൻസ് യൂട്ടിലൈസ് ചെയ്യാറ്, മാക്സിമം അവരുടെ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുക. നന്നായി പഠിക്കുക, നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇനി പോവാൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിറ്റീസിൽ കിട്ടട്ടെ, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. PG ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റീസിൽ കിട്ടട്ടെ, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് നല്ലൊരു ഫ്യൂച്ചർ, ഒരു ഫ്രൂട്ട്ഫുൾ ഫ്യൂച്ചർ വിഷ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ശ്രീദേവി. അടുത്തതായി BSc സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ടോപ്പർ ഷെറിൻ ഷഹാന. പ്ലീസ് ഷെറിൻ. ഹലോ. യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ, എൻ്റെ പേര് ഷെറിൻ ഷഹാന. ഞാൻ BSc സൈക്കോളജിയിലാണ് പഠിച്ചിരുന്നത്. കഴിഞ്ഞ വർഷമാണ് പാസ് ഔട്ട് ആയത്. കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായ കാരണം കുറേയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ ലൈഫ്. ഡിഗ്രി എന്ന് പറഞ്ഞത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് തന്നെയാണ്. നന്നായിട്ട് പഠിക്കുക, അതോടൊപ്പം തന്നെ കോളേജ് ലൈഫ് മിസ്സാക്കരുത്. നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓരോ മൊമെൻറ്റും നമുക്ക് വളരെയധികം വിലപ്പെട്ടാണ്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. എന്നാൽ എക്സാം വരുമ്പോൾ നമ്മൾ പഠിക്കുക. അങ്ങനെ ഇറ്റ് വാസ് നൈസ്. ഓ ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു ഷെറിൻ ഷഹാന. നെക്സ്റ്റ്, നമ്മുടെ ഹൈദരാബാദ് ഇൻഫോസിസിൽ സെർവർ അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്യുന്ന ഷിജിൻ ദാസ്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അഭിമാനമായിട്ടുള്ള ഷിജിൻ ദാസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. Hello, Vichi Miss. You are not audible. Okay. Okay. Now it's okay. Okay. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായിട്ടുള്ള ഷിജിൻ ദാസ്. പ്ലീസ് ഷിജിൻ ദാസ്. ഓക്കെ, അടുത്ത അലുമിനി മെമ്പർ ആയിട്ടുള്ള Shijin Das just joined now. ഓക്കെ. Shijin Das.
സർ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. Okay, okay. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ രേവതി ടി കെ. രേവതി ടി കെ അലുമിനി മെമ്പറാണ്. അസെഞ്ചർ ചെന്നൈ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് വർക്ക് ചെയ്യുന്ന രേവതി ടി കെ. ഓക്കെ, നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായിട്ട് ആതിര ഐ പി. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ടോപ്പർ ആതിര ഐ പി. ബി എ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഷിഫാന കെ ആർ. Hello. Okay. Shifana. Okay, okay, you can talk. Miss audible ആണോ? ഓഡിബിൾ ആണ് ഷിഫാന, സംസാരിച്ചോളൂ. ഷിഫാന ഫ്രം ബി എ ഇംഗ്ലീഷ്. ആണെങ്കിൽ നല്ലൊരു കോളേജാണ്. അത് KRSN കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ാണ്. പഠിക്കുന്ന എല്ലാ കാര്യത്തിലും അവർ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. മറ്റുള്ള പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് സംഭവങ്ങളാണ്. ഏതെങ്കിലും ഒരു വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വായിച്ചൊക്കെ പോയി എക്സാം എഴുതാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിള്ളേര് ജോയിൻ എൻജോയ് ചെയ്യാൻ, നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കുക. ഓക്കെ, ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. മാം, ഷിജിൻ റെഡി ആണെന്നാണ് സംസാരിക്കാനുണ്ടെങ്കിൽ വിജി മാഡം, ഷിജിൻ റെഡി ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഷിജിൽ ഫ്രം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ഹലോ. യെസ്, ഓഡിബിൾ ആണ്, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണ്, സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ. ഞാൻ ഷിജിൻ ദാസ്, പുത്തനത്താണിയാണ് വീട്. ഞങ്ങളുടെ 2019 പാസ് ഔട്ട് ബാച്ച് ആയിരുന്നു. ഞങ്ങൾക്കൊരു സൂപ്പർ സീനിയർ ഉണ്ടായിരുന്നു അവിടെ ബാച്ച്. ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, മാക്സിമം കോഡിങ് പഠിക്കുക. നിങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ചെയ്ത് പഠിച്ചു വരിക. എന്നാലും ഒരു ലോജിക് കിട്ടുള്ളൂ. എങ്ങനെ ചെയ്യണം, ഒരു പ്രോഗ്രാം പുതിയൊരു പ്രോഗ്രാം കിട്ടിയാൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം, അതിന്റെ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ അതിനെ സോൾവ് ചെയ്തെടുക്കാം, അങ്ങനെ പഠിക്കാം.
മാക്സിമം ഞങ്ങൾ കോപ്പി അടിച്ച് ഒഴിവാക്കുക. ഞങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എക്സാമിനൊക്കെ കാണാതെ പഠിച്ചു പോകുന്ന ഒരു സംഭവം. അത് മാക്സിമം ഒഴിവാക്കുക. അത് ആ എക്സാമിന് മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കുള്ളൂ. അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് ഒരു കാര്യം ഉണ്ടാവില്ല. മാക്സിമം അതിന്റെ ലോജിക്ക് വെച്ച് പഠിക്കുക. ഓരോ സ്റ്റെപ്പും ഒരു സ്റ്റെപ്പ് ഒരു ലൈൻ എഴുതിയാൽ അത് എങ്ങനെ വരും, അത് അടുത്ത ലൈനെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുക, അങ്ങനെ പഠിക്കുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും. അതിന് പറ്റിയ സാർമാരാണ് അവിടെ ഉള്ളത്, കോളേജിലുള്ളത്. അപ്പൊ ഞങ്ങളവിടെ പഠിച്ചിരുന്ന അന്നത്തെ മിക്ക സാർമാർ ഇപ്പം ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ സാർമാരോട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അവരുടെ എല്ലാത്തിനും അവരെ അപ്രോച്ച് ചെയ്യുക. അവരുടെ അടുത്ത് നല്ല ഹെൽപ്പ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇന്റർവ്യൂ അവിടെ കോളേജിൽ തന്നെ അവരെ അറിയിക്കും, സാർമാരെ അറിയിക്കും. അതൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. കിട്ടുമോ കിട്ടുമെന്നുള്ളത് വിഷയമല്ല, മാക്സിമം അറ്റൻഡ് ചെയ്യുക. എന്നാലും അത് അടുത്ത ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് എങ്ങനെ ആൻസർ ചെയ്യാം. ഫുൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമ്മൾ ലോജിക്ക് വെച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് മാക്സിമം യൂസ് ചെയ്യുക. മാക്സിമം കോളേജ് യൂസ് ചെയ്യുക. ലൈഫ് അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. Hello, Vicky Miss, you are not audible. You are muted. ഓക്കെ. താങ്ക് യു ഷിജിൽ. നെക്സ്റ്റ് നിങ്ങളോട് സംസാരിക്കാനായി അനശ്വര അനശ്വര, പ്ലീസ് അനശ്വര. Okay. Hi everyone. വീഡിയോ ഓൺ ചെയ്യണേ. അയ്യോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ പുറത്തായതുകൊണ്ടേ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാന്. പക്ഷേ ഈ ഒരു സമയം വെച്ച് കൂടുതലൊന്നും പറയുന്നില്ല. തുടക്കം എനിക്കിപ്പോ നീറ്റ് വെച്ചപ്പോ ഓർമ്മ വരുന്നത് ഞങ്ങള് കോളേജിലേക്ക് ചേരാൻ വന്ന സമയമാണ്. അന്ന് ചെളി പിടിച്ച് ഉള്ള റോഡായിരുന്നു അങ്ങടെ. ആ കയറ്റമൊക്കെ ചെളി പിടിച്ചിട്ടായിരുന്നു. ഇപ്പോ ഹൈ ലെവലായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ കോളേജ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്, ഞങ്ങളുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്തത് ഷിജിൽ സാറ്, അമീന മിസ്, സുഹൈബ് സാറ്, അങ്ങനെ കുറച്ച് ടീമായിരുന്നു. ടീം വർക്ക് ആയിരുന്നു. ഷിജിൽ സാറിനെ ഒന്നും മറന്നിട്ടില്ല. ഞങ്ങൾ പ്രൊജക്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷിജിൽ സാർ, അതുപോലെ അമീന മിസ് ഒക്കെ. ഈ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ശക്തി അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാഗ്യമാണ് ഷിജിൽ സാറിനെ പോലെയും അമീന മിസ്സിനെ പോലെയും ഒക്കെയുള്ള ടീച്ചേഴ്സിനെ കിട്ടിയത്. അപ്പൊ നിങ്ങൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അവരെ മാക്സിമം ഉപയോഗിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കളിക്കാനായിരുന്നു കൂടുതൽ മൂഡ് ഉണ്ടായിരുന്നത്. അന്ന് ഡിഗ്രി അല്ലേ, ബാക്കിയുള്ള കോളേജിലൊക്കെ എങ്ങനെയാണ് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് കളിക്കാനായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നൽ ആ സമയത്താണ്, കഴിഞ്ഞിറങ്ങുമ്പോഴാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ പെട്ടെന്ന് വിളിച്ചപ്പോ എന്തൊക്കെയാ പറയണമെന്ന് കിട്ടുന്നില്ല. എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം, ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ മാറിയതിനു ശേഷം വീണ്ടും ഞങ്ങളെ ഒരിക്കൽ കൂടി ആ കോളേജിന്റെ മുറ്റത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണം എന്ന് മാത്രമാണ്. ഇപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികള് നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. അതിനൊപ്പം നമ്മുടെ ഈ പ്രായത്തിൽ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യണം. കൂട്ടത്തില് നമ്മൾ പഠിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. ആതിര ഇട്ടി ഇക്കണോമിക്സ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ.
Hello, Vichimis. You are not audible. Hello. Hello, Vichimis. Hello. Hello. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. Oh. ഹലോ. ഹലോ, audible ആണോ? ഇപ്പോൾ മാഡം പറഞ്ഞോളൂ മാഡം. എന്തെങ്കിലും സ്റ്റുഡൻസിനെ ഇൻട്രാക്ട് ചെയ്യണം. ഹലോ. സ്റ്റുഡൻസിന് ഇന്ററാക്ട് ചെയ്യുന്ന ടൈമാണ്. ഹലോ ഗൈസ്, വിജയ് മാഡം പറയാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അലൂമിനൈസ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണെന്നാണ് മാഡം പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റുഡൻസിന്, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിന് എന്തെങ്കിലും സംശയങ്ങൾ നമ്മുടെ ടോപ്പേഴ്സിനോട് ചോദിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അലൂമിനൈസിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ആർക്കും ഇന്ററാക്ട് ചെയ്യാനില്ല. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. രണ്ടാമത്തെ സെഷൻ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുകയാണ്. ഓൺലൈനിന്റെ പരിമിതികൾ ഉണ്ടായതുകൊണ്ട് കുട്ടികൾ അയച്ചു തന്ന റെക്കോർഡഡ് വീഡിയോസ് ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് ദി സെഷൻ.
everyone, respected teachers and my dear friends. My name is Shafna Shireen, BA first year student of ARSN College. I would like to speak a few words about life. There is a great deal of worry around us the entire day which make it part of our brains. Obstacles, the pressures can emerge at the office, at home, in certain relations. Or the weather has been taking care of the shorts of pressure. People don't find the opportunity to see the excellence of life. We overtook that there's something more in our life which is significant and wonderful. God has given us a lot of beneficial things like a magnificence of nature in our life. I concluded my words. Thank you. Have a nice day. Please unmute the video, audio. ഈരാവിതാകെ തിളങ്ങി നിൽക്കേ പോരുവാനാശയുണ്ടേറെ കിളിക്കൂടുമേയുവാൻ നിന്റെയ നെഞ്ചകത്തിൽ കിളികളാം കുരുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമാം പാതയിൽ നാം രണ്ടുപേർ പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ മോഹമീ വീതിയിൽ ഇരുളായി ഒഴുകുന്ന മൗനത്തിനുള്ളിലെ വാക്കുമാത്രം പറയാതൊളിപ്പിച്ചു വെച്ചതിന്നാർക്കായി അറിയാതെ ഞാനൊന്നേറെയായി പറയാതൊളിപ്പിച്ചു വെച്ചതിന്നാർക്കായി അറിയാതെ ഞാനൊന്നേറെയായി ഉമ്മറപ്പടികളിൽ കുങ്കുമം വീശുന്ന പൊൻവെയിൽ കിരണങ്ങളെങ്ങു പോയി ഉമ്മറപ്പടികളിൽ
പെയ്തൊര പെരുമഴക്കാലവും യാത്രയായി. എൻ്റെ യാത്രയിൽ ഞാനും ഇന്നേകനായി, എൻ്റെ യാത്രയിൽ ഞാനും ഇന്നേകനായി. പാട്ടായി വിരുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു. നിനക്കായി ഞാൻ പാട്ടു പാടും
ഹലോ ഹലോ വിജി മാം. ഹലോ വിജി മാം. ഓക്കെ. അതിഗംഭീരമായ പ്രോഗ്രാമാണ് ഓരോ സ്റ്റുഡൻസും കാഴ്ചവെച്ചത്. അവർ സ്റ്റുഡൻസ് അവർ പ്രൈഡ് എന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ പേര് ഇവിടെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഓരോ സ്റ്റുഡൻസും. നമ്മൾ കണ്ടു, ടോപ്പേഴ്സ് ആയാലും അലുമിനി മെമ്പേഴ്സിനെ ആയാലും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അക്കാഡമിക്കലി എത്രത്തോളം കോളേജ് മികവ് പുലർത്തുന്നു എന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അവതരിപ്പിച്ച പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഓരോ സ്റ്റുഡൻസിനും എത്രത്തോളം കഴിവുണ്ട് എന്നത് ബോധ്യമായിട്ടുണ്ടാവും. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മളുടെ 7 ഡേ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാലിഡിറ്ററി സെക്ഷൻ. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. ഷിജിൽ സർ. Okay, just a minute. Okay, sir. കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവി
ജയിക്കുക ജയിക്കുക മഹാദേവ ദീനവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻ മഹസ്സാം ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് HOD മിസ് കൃഷ്ണ പ്രഭാകർ മാമിനെ ക്ഷണിക്കുന്നു. മാം പ്ലീസ്. Thank you, Vijay ma'am. Am I audible? Yeah. Okay. So first of all, a warm good evening to you all. We are moving into the final quarter for 7-day induction program. So it is my privilege to welcome you all into the validity session of our 7-day induction program. So first of all, I would like to welcome our Honorable Principal Dr. Anil Sir into the validatory session. So we are looking forward to your validatory address, sir. Next, I would like to welcome the coordinator of our 7-day induction program, Mr. Shijil sir. Welcome, sir. Then I would like to invite or welcome Mintu Sebastian, Assistant Professor of English Department. Welcome, ma'am. I welcome all the teachers, teaching staff in KRSN College into the validatory session. Last but not least, I welcome our dear students into the validatory session. I also take this opportunity to congratulate you, all the students, for being part of our 7-day induction program. And also I appreciate your talents that you presented in front of us. Once again, welcome you all. Thank you. Thank you, Krishna ma'am. KRSN കോളേജിന്റെ നട്ടെല്ലായ നമ്മുടെ ആരാധ്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ സർ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സർ പ്ലീസ്. താങ്ക് യു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ 7-day ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ശ്രീ ഷിജിൽ, മറ്റ് സഹപ്രവർത്തകരെ, ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്ത് അത് വളരെ വിജയകരമായി നടപ്പാക്കിയതിൻ്റെ ഒരു സന്തോഷ നിമിഷം കൂടിയാണ്. ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞു. ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റും പ്രോഗ്രാംസും ഒക്കെ മറ്റ് എൻ്റെ സഹപ്രവർത്തകരൊക്കെ കണ്ട് അഭിനന്ദനം അറിയിച്ചതും കൂടിയാണ് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം വളരെ ഗുണകരമായിട്ടുണ്ട് എന്ന ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ UGC പറഞ്ഞിട്ടുള്ള എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. അതിൽ ഇനോഗ്രൽ സെഷനിൽ സംസാരിച്ച നമ്മുടെ ചെയർമാൻ KR ബാലനും, അതേപോലെ തന്നെ മുൻ വൈസ് ചാൻസലറായിരുന്ന MC ദിലീപ് കുമാർ സാർ തുടങ്ങി മൂന്നാമത്തെ ദിവസത്തിലുണ്ടായിട്ടുള്ള പാരന്റിങ്ങിന്റെ ക്ലാസ്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ബി കൈൻഡ് ബി ദെയർ എന്നുള്ള ഒരു ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള സലീമിന്റെ ക്ലാസ് തുടങ്ങി, പിന്നീട് നമ്മുടെ അധ്യാപകർ തന്നെ സ്കോളർഷിപ്പിനെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും മറ്റു എല്ലാ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നൽകിയ വിശദീകരണങ്ങൾ, ക്ലാസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഗുണകരമായി എന്ന് കരുതുന്നു. ഇന്ന് നടന്ന പരിപാടിയും വളരെ ഗംഭീരമായി. ഞാൻ ഈ ഇന്നത്തെ പരിപാടി ഇത്രയും വെൽ പ്ലാൻഡ് ആയി നമ്മുടെ കുട്ടികളൊക്കെ, അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ ടോപ്പേഴ്സ്, അതേപോലെ നമ്മുടെ കുട്ടികൾ ഒക്കെ തന്നെ ഇത്രയും നമ്മുടെ ടോപ്പേഴ്സും അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വളരെ മനോഹരമായി സംസാരിച്ചു, വളരെ മോട്ടിവേറ്റിംഗ് ആയി സംസാരിച്ചു.
അവരൊക്കെ ഇത്ര വളർന്നല്ലോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനവും സന്തോഷവും തോന്നി. അപ്പം അത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ നടത്തിയ കലാപരിപാടി ഇനിയും ഒരുപാട് കലാകാരന്മാരും കായിക പ്രതിഭകളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം. അവരെയൊക്കെ നമുക്ക് ഉണർത്തി നല്ല അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാനും നമുക്ക് പറ്റണമെന്നാണ് ആഗ്രഹം. ഇതിൽ ഞാൻ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ അത് ഞാൻ പലപ്പോഴും എന്റെ പഴയ കോളേജിലും ഒക്കെ പറയുമായിരുന്നു, എന്റെ സഹപ്രവർത്തകർ എനിക്ക് മുന്നിൽ നടക്കണം, അതാണ് എനിക്ക് കാണുന്നത് ഇഷ്ടമെന്ന്. ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തുന്നതിൽ ഷിജിൽ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത, ആ ആത്മാർത്ഥതയെ ഞാൻ എല്ലാവരുടെയും സാക്ഷ്യത്തിൽ അഭിനന്ദിക്കുകയാണ്. അത് പിന്നെ ഷിജിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അസ്ഥിയിൽ പിടിക്കാന്ന് പറയും. അങ്ങനെ അത് വിജയകരമാക്കാൻ വേണ്ടി, പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഷിജിൽ മാത്രമല്ല, ഷിജിലിന് പിന്തുണ നൽകിയിട്ടുള്ള ടെക്നിക്കലായിട്ടും അല്ലാതെയും എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മ തന്നെയാണ് നമ്മുടെ വിജയം. ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്കാണ് അതിന്റെ ഗുണഭോക്താക്കൾ നമ്മളും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും കൂടിയാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 1ാം വർഷ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് സ്വാഗതം ചെയ്യാം. നാളെ നിങ്ങൾക്ക് വരാവുന്നതായിരുന്നു, പക്ഷേ BA BSc ക്ലാസ്സുകൾക്ക് അധ്യാപകർക്ക് BA BSc ക്ലാസ്സുകൾക്ക് അധ്യാപകർക്ക് പിന്നെ വാല്യുവേഷൻ ക്യാമ്പ് ഉള്ളതിനാൽ തൽക്കാലം നമ്മൾ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ആ വാല്യുവേഷൻ ക്യാമ്പ് കഴിയുന്ന മുറയ്ക്ക് നിങ്ങൾ ക്ലാസ്സുകളിലേക്ക്, കോളേജുകളിലേക്ക് വരേണ്ടതാണ്. അപ്പം മിക്കവാറും തിങ്കളാഴ്ച ആവാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ആകാം. അതിനെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് ശനിയാഴ്ചയോടെയോ ഞായറാഴ്ചയോടു കൂടിയോ നിങ്ങൾക്ക് കൃത്യമായും ആ വിവരം നൽകുന്നതായിരിക്കും. കാരണം പല സയൻസ് വിഷയങ്ങളുടെയും ക്യാമ്പുകൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അവസാനിക്കില്ല, ഇംഗ്ലീഷിനൊക്കെ അവസാനിക്കില്ല എന്നുള്ളൊരു വിവരം അവസാനമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഉറച്ച തീരുമാനം പറയാത്തത്. എന്തായാലും അടുത്ത ആഴ്ച തിങ്കളോ ചൊവ്വയോ മറ്റു ദിവസങ്ങളിലോ മുഴുവൻ വിദ്യാർത്ഥികളും കോളേജിൽ ആ ദിവസങ്ങൾ മുതൽ കോളേജിൽ റെഗുലർ ക്ലാസ്സുകൾക്കായി വരാൻ വേണ്ടി തയ്യാറാവുക എന്ന ഒരു കാര്യമാണ് എനിക്ക് ഇപ്പോൾ അറിയിക്കാനുള്ളത്. വിവരങ്ങൾ നിങ്ങൾക്ക് പിന്നീട് വിശദമായി അറിയിക്കുന്നതായിരിക്കും. കോളേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് റാഗിങ്ങിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ നിങ്ങൾക്ക് നല്ല ഉപദേശവും നിർദ്ദേശവും നമ്മുടെ അധ്യാപകർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വളരെ അവെയർ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ജീവിത ലക്ഷ്യമാണ്, ജീവിതത്തിന്റെ ഒരു വലിയ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോളേജിലേക്ക് വരുന്നത് എന്ന കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ സിനിമയിൽ കാണുന്ന ക്യാമ്പസ് ഒന്നുമല്ല സാധാരണ ക്യാമ്പസ്. സിനിമയിൽ കാണുന്ന കുടുംബമല്ല നമ്മുടെ വീട്ടിലെ കുടുംബം. നമുക്കറിയുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബം സിനിമയിൽ കാണുന്ന കുടുംബം പോലെയല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ക്യാമ്പസും സിനിമയിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞതാണ് ക്യാമ്പസ് എന്ന കാര്യം മനസ്സിലാക്കുക. പഠനം ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുക. മറ്റെല്ലാ സന്തോഷകരമായ നിമിഷങ്ങളും നമുക്ക് ഒന്നിച്ചു പകരാം. നിങ്ങൾ എല്ലാവരെയും കോളേജിലേക്ക് ഞാൻ അടുത്ത ആഴ്ചയോടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വെൽട്രി ഫംഗ്ഷൻ ഇത് ഒരു ചടങ്ങ് മാത്രമാണ്. വെൽട്രി ഫംഗ്ഷന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇതോടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും, ഷിജിലിന്റെയും മറ്റെല്ലാവരെയും സഹപ്രവർത്തകരെയും ഈ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുത്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഗുണകരമായി തീരണം. പ്രത്യേകിച്ചും ആ പാരന്റിങ്ങിന്റെ ക്ലാസ് സഹപ്രവർത്തകരായിട്ട് അധ്യാപകർ അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് നിങ്ങളെ ആരെങ്കിലും അച്ഛനും അമ്മയും കേൾക്കാതായി പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി കേൾപ്പിക്കണം. നിങ്ങളും കേൾക്കണം. സമേതം ഇരുന്ന് ആ ക്ലാസ് ഒന്ന് കേൾക്കണം. അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു ഫൈൻ ട്യൂണിങ്ങിലേക്ക് എത്തുക എന്ന് എന്റെ വിദ്യാർത്ഥികളോട് അറിയിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. അടുത്തതായി 7 ദിവസത്തെ പ്രോഗ്രാമിന്റെ കുറിച്ച് ബ്രീഫ് ചെയ്യുന്നതിനായി നമ്മളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഷഹന മാമിനെ ക്ഷണിക്കുന്നു. Am I audible, sir? Yeah. Ma'am? Yes. Audible. It's my pleasure to be a part of this program, and we have successfully completed the 7-day of induction program, and I'm going to read the report of 7-day induction program. 1 minute.
K.R. Srinarayana College conducted a 7-day student induction program, Our Student, Our Pride, through online mode for first semester student 2021 to 24 from 22 October 2021 to 28 October 2021. First day started with the inaugural ceremony. The presidential address was delivered by Dr. Anil V., Principal of K.R. Srinarayana College. The inaugural talk was done by Dr. M.C. Dilip Kumar. He talked about the purpose of education in personal and social lives. The keynote address was delivered by Mr. K.R. Balan, Chairman of K.R. Srinarayana Educational Trust. The second day comprised of 2 sessions. During the first session, Dr. Anil V., Principal, brought out the framework of higher education, vision and mission of institution, semester system and program outcomes. In the session 2, titled Know Your Department, HODs of all departments presented their faculties, and in day 3, parenting is an inevitable part in children's life. Third day deal with a parents meeting addressed by Mr. Saji M. Narikuri about the topic Your Parenting Matters. In third day, day 4 aims at adding human values in students' life. The smallest act of kindness is worth more than the greatest intention. Mr. T. Salim gave an extended talk on morals, ethics, etiquettes, and discipline, the need of character building in career building. In day 5 opened the window of basic information about library orientation by Miss Safira E.P., librarian. Introduction of clubs and extracurricular activities by Mr. Girishan E.M., HOD of Commerce, and scholarship by Amina A., HOD of Economics. In day 6, sixth day shaped an awareness about mental and physical health. It consisted of 3 sessions. In first session, Mr. Srini P., HOD of Computer Science, gave a detailed information about anti-ragging, anti-intoxicants, and Swachh Bharat Abhiyan. In session 2, Mrs. Nimisha, Assistant Professor, Department of Physics, talked on awareness of sexual harassment and preventive measure. Finally, in third session, handled by N.N. Bashir, Health Inspector, about COVID-19 awareness and the precaution, personal hygiene, and the role of physical fitness. In 7th day, we conducted an interactive session with our toppers and alumni. We can assure that you have invested your brain and heart in the best place. After that, we created a platform to show the potential of our students through cultural programs. Once again, thank you for being part of this program. Thank you. താങ്ക് യു മാം. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഷിജിൽ സാറിനെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി ക്ഷണിക്കുന്നു. സർ പ്ലീസ്. താങ്ക് യു മാഡം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ 7 ദിവസമായിട്ട് ഇൻഡക്ഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് നമ്മൾ അത്തരത്തിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഇൻഡക്ഷൻ നടത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും UGC ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൃത്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്യുകയും 7 ദിവസത്തെ ഒരു അവർ സ്റ്റുഡൻസ് അവർ പ്രൈഡ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി 7 ദിവസത്തെ ഒരുപാട് സെഷൻസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. ഒരുപാട് സെഷൻസ് നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് സെഷൻസ് ഇപ്രാവശ്യം കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ +2 തലത്തിൽ നിന്ന് കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ എല്ലാ തലത്തിലും അല്ലെങ്കിൽ കോളേജിലേക്ക് സ്വാഗതം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് പ്ലാൻ ചെയ്തത്. അതിൽ പാരന്റിങ് സെഷൻസ് ഉണ്ടായിരുന്നു, വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്ത ഒരു സെഷൻ ആയിരുന്നു പാരന്റിങ് സെഷൻ.
അതുപോലെ തന്നെ സാലിം സാറിന്റെ സെഷൻ, ഒരുപാട് കുട്ടികൾ നല്ല ഫീഡ്ബാക്ക് തന്നിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം, ഞാൻ തുടക്കത്തിൽ ഇനാഗുറൽ സെഷനകത്ത് പറഞ്ഞിരുന്നു, ഇത് ഫ്രൂട്ട്ഫുൾ സെഷൻ ആയിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ഒരുപാട് നല്ല രീതിയിൽ നിങ്ങൾ സ്വാധീനിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഈ 7 ഡേ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് എല്ലാവർക്കും അത് നല്ല രീതിയിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു 7 ഡേ ഇൻഡക്ഷൻ പ്രോഗ്രാം ആക്ച്വലി ഇതൊരു ടീം വർക്ക് ആയിരുന്നു. ഞാൻ മാത്രമല്ല അതിന്റെ പുറകിലുണ്ടായിരുന്നു. ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് ദിവസങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഫാക്കൾട്ടീസിനെ അറേഞ്ച് ചെയ്തതും, അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. വലിയൊരു ഡ്യൂട്ടീസ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. ഒരുപാട് ടീച്ചേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ 7 ഡേ ഇൻഡക്ഷൻ ഇതുപോലെ സാധ്യമായത്. അതുപോലെ തന്നെ ഇതെല്ലാം സപ്പോർട്ട് തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ സാറിന്റെ സപ്പോർട്ട്, നമ്മൾ എന്ത് പറഞ്ഞോ അത് ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും, അതായത് ഒരു പ്രോഗ്രാം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും പെർഫെക്ഷനിലേക്ക് എത്തിക്കണം. അപ്പൊ ആ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളും സഹകരണവും ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തില് ഈ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ടും തന്ന് ഇതിന് മുന്നിൽ നയിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറാണ്. അപ്പോൾ പ്രിൻസിപ്പൽ സാറിന് ഇതിന്റെ കോർഡിനേറ്റർ, ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ കോളേജിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇനാഗുറൽ സെഷൻ ആയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ KR ബാലൻ സാറാണ് അന്നത്തെ സെഷനകത്ത് കീനോട്ട് അഡ്രസ്സ്, സ്പെഷ്യൽ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ സാറിനും കോളേജിന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ഇനാഗുറൽ അഡ്രസ് നടത്തിയ VC ഡോക്ടർ MC ദിലീപ് സാറിന് കോളേജിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫാക്കൾട്ടീസ്, നമുക്ക് ഒരുപാട് ഫാക്കൾട്ടീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഒരുപാട് ഫാക്കൾട്ടീസ്, സാലിം സാർ, അതുപോലെ തന്നെ അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ NN ബഷീർ സാർ, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഫാക്കൾട്ടീസ്, അമീന മാഡം, ഗിരീഷൻ സാർ, ശ്രീനി സാർ, ഒരുപാട് സെഷൻസ് ഹാൻഡിൽ ചെയ്ത ആളുകളാണ്. സഫീറ മാഡം, അതുപോലെ തന്നെ നമ്മുടെ ജിതിൻ സാർ തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിനകത്ത് സെഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതിലുപരി ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, സ്റ്റുഡൻസ് ആണ്. എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് 200-250 മുകളിലൊക്കെ ഡെയിലി പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിത്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് വലിയ രീതിയിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ കോളേജിന്റെ പേരിൽ അതുപോലെ തന്നെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയ്ക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഷിജിൽ സർ. നമ്മുടെ 7 ഡേ ഇൻഡക്ഷൻ പ്രോഗ്രാം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ച എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നന്നായിട്ട് തന്നെ സഹകരിച്ചു.